വാളകത്തെ കീഴൂട്ട് വീട്ടിലുണ്ടായെന്ന് ആരോപിക്കപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഭാര്യയോട് മാപ്പ് പറയാൻ മന്ത്രി ഗണേഷ് കുമാർ തീരുമാനമെടുത്തത് മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന തിരിച്ചറിവിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മന്ത്രിക്കെതിരെ സ്ത്രീ വിഷയത്തിൽ ആരോപണമുയരുന്നത് തിരിച്ചടിയാകുമെന്ന് CPM-ഉം LDF-ഉം വിലയിരുത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയായിരുന്നു. മന്ത്രിയെ തുടരാൻ അനുവദിക്കരുതെന്നും ഇന്നലെ മന്ത്രി നടത്തിയ പ്രതികരണം ശരിയായില്ലെന്നുമുള്ള നിലപാടാണ് CPI-യും സ്വീകരിച്ചത്. ഉണ്ടായത് കുടുംബ പ്രശ്നമാണെന്ന് ഗണേഷ് കുമാറിന്റെ നിലപാട് മുഖവിലക്കെടുത്തെങ്കിലും ഇന്നലെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അല്ലാത്തപക്ഷം ഇന്നു ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് പാർട്ടിയും മുഖ്യമന്ത്രിയും നീങ്ങി. ഇക്കാര്യം ഗണേഷ് കുമാറിനെ അറിയിച്ചതോടെയാണ് രാജി ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി രാത്രി വൈകി ഭാര്യയുമായി ഫോണിൽ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയത്. 2013-ൽ ഗണേഷ് കുമാർ UDF-ൽ മന്ത്രിയായിരിക്കെ ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഗണേഷിന്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയത് CPM-ഉം LDF-ഉമായിരുന്നു. സമാനമായ ആരോപണം LDF ഭരണകാലത്ത് ആവർത്തിക്കപ്പെടുമ്പോൾ നിലപാട് മാറ്റുന്നത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തലാണ് തീരുമാനം കടുപ്പിക്കാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രേരിപ്പിച്ചത്. പോലീസിൽ നിന്ന് പരാതിക്കാരിക്ക് നീതി ലഭിച്ചില്ലെന്ന ആരോപണവും മുഖ്യമന്ത്രിയുടെ മകളെ കാര്യങ്ങൾ വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞതും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും രക്ഷയില്ലെന്ന തരത്തിൽ പ്രതിപക്ഷം വിഷയം ആയുധമാക്കുകയും സ്ത്രീ പീഡന വിഷയത്തിൽ CPM ഏറെ വിമർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പോലീസിനെതിരെ രംഗത്തെത്തുകയും ചെയ്തതോടെ ഗണേഷിനെ കൈവിടാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ മനോരമ online.com സന്ദർശിക്കുക.